അപ്പൊ മക്കളെ, ഈ 10 രൂപയുടെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ ഒരു ഷെയർ ഇതൊക്കെ എങ്ങനെ വാങ്ങണു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആദ്യത്തെ സ്റ്റേജ് അപ്ലിക്കേഷൻ, രണ്ടാമത്തെ സ്റ്റേജ് അലോട്ട്മെന്റ്, മൂന്നാമത്തെ സ്റ്റേജ് ഫസ്റ്റ് കോള്, നാലാമത്തെ സ്റ്റേജ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി കേട്ടോ, 4 എണ്ണേ വാങ്ങിക്കാൻ പാടുള്ളൂ ഒന്നുമില്ല. വേണമെങ്കിൽ ഒരു 5 സ്റ്റേജും ആവാം. അപ്പൊ തേർഡ് ആൻഡ് ഫൈനൽ കോൾ ആവും. സെക്കൻഡ് കോൾ, തേർഡ് ആൻഡ് ഫൈനൽ കോൾ. ഫോർത്ത് കോൾ വേണോ, വേണമെങ്കിൽ ഫോർത്ത് കോളും പോവാം. രണ്ടാമത്തെ കോളിലേ നിർത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒന്നാമത്തെ കോൾ വരെ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ക്ലിയർ ആവുണ്ടോ? അതൊക്കെ കമ്പനികളുടെ ഇഷ്ടമാണ്. കേട്ടല്ലോ. ഇനി അടുത്ത കാര്യം, ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാണ് മാർക്കറ്റില്. ഇത് അതേ 10 രൂപയ്ക്ക് തന്നെയാണ് ആൾക്കാർക്ക് കൊടുക്കണതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർ at par. ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പാർ, ഷെയർസ് അറ്റ് പാർ. ഓക്കെ, മുഖവിലയ്ക്ക് തന്നെ കൊടുക്കുക, ഫേസ് വാല്യൂവിന് തന്നെ കൊടുക്കുക. അതായത് മാർക്കറ്റിൽ 10 രൂപ ഉള്ള ഷെയറിനെ ഞാനും ഷെയർ ഹോൾഡേഴ്സിന് 10 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്, 1 രൂപ പോലും ഞാൻ എക്സ്ട്രാ വാങ്ങണില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, മാർക്കറ്റില് 10 രൂപയുടെ ഷെയർ, പക്ഷേ ഞാനത് ഷെയർ ഹോൾഡേഴ്സിന്റെ, എന്റെ ഷെയറിന്റെ ഡിമാൻഡ്, എന്റെ കമ്പനിയുടെ ഷെയറിന്റെ ഡിമാൻഡ് നല്ല ഹൈ ആണെന്ന് വിചാരിക്കും. എല്ലാവർക്കും എന്റെ കമ്പനിയുടെ ഷെയർ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ച് എമൗണ്ട് കൂട്ടാനല്ലേ നോക്കത്തുള്ളൂ, എനിക്ക് ഗെയിൻ കിട്ടാനല്ലേ ഞാൻ നോക്കത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഒറിജിനൽ 10 മതി, 10 രൂപയാണ് ഷെയറിന്റെ വാല്യൂ. പക്ഷെ ഞാനിത് ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന സമയത്ത് എങ്ങാനും ഒരു 11 രൂപയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ 12 രൂപയ്ക്ക് കൊടുക്കണം, അതും അല്ലെങ്കിൽ 13 രൂപയ്ക്ക് കൊടുക്കണം, ഓർ 14 രൂപയ്ക്ക് കൊടുക്കണം, ഓർ 15 രൂപയ്ക്ക് കൊടുക്കണം, ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 10നേക്കാളും കൂടുതൽ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ ഒരു 3 രൂപ ഒരു വാട്ട് എവർ എമൗണ്ട് ഞാൻ എക്സ്ട്രാ ചേർത്തി വാങ്ങുന്നുണ്ടെങ്കിൽ, ഓക്കെ, 11, 12, 13 അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഇസ്, 20 എന്തോ ആയിക്കോളാം. കേട്ടോ. അതിനെ പറയുന്ന ആ എക്സ്ട്രാ പൈസക്കാണ് ഞാൻ കൊടുക്കണത് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആറ്റ് എന്ത്, പ്രീമിയം. പ്രീമിയം എന്ന് പറയും. കേട്ടല്ലോ. 10 രൂപയുടെ ഷെയർ ഞാൻ 10നേക്കാളും കൂടുതൽ വിലക്ക് കൊടുക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്, അതിനെ പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആറ്റ് പ്രീമിയം. ഇസ് ഇറ്റ് ക്ലിയർ? ഒരേ വിലക്ക് കൊടുത്താൽ പാർ വാല്യൂ, എക്സ്ട്രാ വില ചേർത്തി കൊടുത്താൽ അതിനെയാണ് പ്രീമിയം എന്ന് പറയുക. ആ എക്സ്ട്രാ വിലനെയാണ് പ്രീമിയം എന്ന് പറയുക. എക്സ്ട്രാ 1 രൂപ വാങ്ങിച്ചാൽ 1 രൂപ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയും, അല്ലെങ്കിൽ ഷെയർ പ്രീമിയം എന്ന് പറയും. ഇങ്ങനെ വാങ്ങണതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതിലോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പൊ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള ചില ചില്ലറ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആവുണ്ടോ? ദാറ്റ്സ് ഓൾ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. ഡൗട്ട് എന്നല്ല, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ 10 രൂപയുടെ ഷെയർ 9 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണല്ലോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതെ, അതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013 നമുക്ക് ഷെയറിന് ഡിസ്കൗണ്ടിൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. സോ ഒറിജിനൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ക്യാൻ ബി ഡൺ ഓൺലി അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. ഷെയറിന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ പാറിൽ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം, പ്രീമിയത്തിൽ കൊടുക്കാം. ഇതാണ് സംഭവം. ഒന്നില്ലെങ്കിൽ പാർ വാല്യൂല് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, പ്രീമിയത്തിൽ കൊടുക്കാം. ക്ലിയർ ആവുണ്ടോ? ഒന്നില്ലെങ്കിൽ ഒരേ വിലക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ വിലക്ക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്ന് പഠിച്ചത് എന്താ? ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂ ഓർ അറ്റ് പ്രീമിയം വാല്യൂ ആൻഡ് ഇറ്റ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡൗട്ട് ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത വേറൊരു സ്റ്റേജിലോട്ട് നമുക്ക് പോവാം. താങ്ക് യു.